ഈ അടുത്ത കാലത്തായിട്ട് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അതായത് നെഗ്ലേറിയ ഫൗളേറിയ എന്നറിയപ്പെടുന്ന അമീബയാണ് ഈ അസുഖത്തിൻ്റെ കാരണം. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലും ജലസ്രോതസ്സുകളിലും ഇറങ്ങുന്ന സമയത്താണ് ഈ അമീബ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇനി ഇത് ഏത് വഴിയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലും അതുപോലെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മൂക്കിലൂടെയാണ് ഈ അമീബ തലച്ചോറിലേക്ക് എത്തുന്നത്. തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 5 മുതൽ 7 ദിവസത്തിൻ്റെ ഇടയിൽ ഈ അഫക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാകും. ഇനി എന്തെല്ലാമാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ? അതായത് കടുത്ത പനി ഉണ്ടാകും, അതുപോലെ ശക്തമായിട്ടുള്ള തലവേദന, ഓക്കാനം, ഛർദി, അതുപോലെ അതിയായിട്ടുള്ള ക്ഷീണം. ഈ അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക് നന്നായിട്ട് ക്ഷീണം ഉണ്ടാവുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ളത്. ഇനി എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്ന് നോക്കാം. അതായത് ഏറെക്കാലം കെട്ടിക്കിടക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ജലസ്രോതസ്സുകളിൽ ഇറങ്ങാതിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജലസ്രോതസ്സുകളിൽ ഇറങ്ങുകയാണെങ്കിലും നോസ് ക്ലിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ പറഞ്ഞു മൂക്കിലൂടെയാണ് ഈ അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലെല്ലാം ഇറങ്ങുന്ന സമയത്ത് നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. അതുപോലെ ജലാശയങ്ങളും ജലസ്രോതസ്സുകളൊക്കെ ആണെങ്കിലും ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അതായത് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ് വേറൊരു സുരക്ഷാ വഴി. അപ്പോൾ ഈ കാര്യങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ. ഈ സ്റ്റെപ്സ് എടുത്തുകൊണ്ടും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിൽ മാക്സിമം ഇറങ്ങാതെയും നമുക്ക് ഈ അസുഖത്തിനെ പ്രതിരോധിക്കാനാവും.